ഞാനിന്നിവിടെ ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വാനില എസെൻസ് ഞാനിവിടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എസെൻസ് എടുത്താലും മതി. അത് എസെൻസ് ആണെങ്കിൽ 2 ഡ്രോപ്സ് എടുക്കുക. പൗഡർ 1/4 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഞാൻ കണ്ടൻസ് മിൽക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പാല്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തത്, നന്നായി അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പാല് ഒഴിക്കാം. ഞാൻ വാനില എസെൻസിന് പകരം വാനില പൗഡറാണ് ഇട്ടത്. അതൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കണം എന്ന് നിർബന്ധമില്ല. അതിന് പകരം പഞ്ചസാര ആഡ് ചെയ്താലും മതി. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കണ്ടൻസ് മിൽക്കാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി അടിച്ച് നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.